Good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC എക്സാംസിൽ നിങ്ങൾക്കറിയാം എക്സാം എഴുതുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും എന്നുവെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ബയോളജിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്ക് ചോദിക്കും എന്ന് ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഡിസീസസ് നമുക്ക് ഇപ്പൊ അതിനകത്ത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ്, പിന്നെ അല്ലെങ്കിൽ അതിന്റെ ആ ഡിസീസിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അതിന് പല വാക്സിൻസ് അതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്, അങ്ങനെ ഒത്തിരി ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഡിസീസസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസ് പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു അല്ലെ, ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് വൈറ്റമിൻസ്. ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു PSC എക്സാം പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എന്തായാലും ഉണ്ടാവും. അതേപോലെ ഡിസീസസും പഠിക്കാനുണ്ട്. അത് നമ്മൾ കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ അത് ബാക്ടീരിയ ഡിസീസ് ആണോ അല്ലെങ്കിൽ വൈറൽ ഡിസീസ് ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോഡുകൾ അത് അങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ ഞങ്ങളും പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത്. വെച്ചാൽ കോഡുകളിലൂടെ നമുക്ക് ആ ഓരോ ഡിസീസ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്കത് ലാസ്റ്റ് വരുമ്പോൾ അത് ഏതിനകത്ത് വരുന്നതാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ വൈറ്റമിൻസിന്റെ ക്ലാസ് കേട്ടതുപോലെ തന്നെ നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഡിസീസസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് ഡിസീസ് നമ്മൾ പറയുന്നത് നമുക്കറിയാം. നമുക്ക് ഈ പല രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ, രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? രോഗകാരികളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തില് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ രോഗകാരികളെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. പാത്തോജൻസ്, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ രോഗകാരികളെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. അത് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ മുഖാന്തരം ഒക്കെ ആവാം. എന്തായാലും രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആ രോഗകാരികളെ പറയുന്ന പേരാണ് പാത്തോജൻസ്. PATHOGENS, പാത്തോജൻസ് എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ രോഗങ്ങളെ കുറിച്ചുള്ള ഈ പഠനത്തിനാണ് പത്തോളജി എന്നറിയപ്പെടുന്നത്. പത്തോളജി, PATHOLOGY. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം, ഡിസീസിനെ സ്റ്റഡി ഓഫ് ഡിസീസിനെ കുറിച്ചുള്ള ആ പഠനത്തിനാണ് നമ്മൾ പത്തോളജി എന്ന് പറയുന്നത്. ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ രോഗകാരികളെയാണ് പാത്തോജൻസ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികള് ബാക്ടീരിയ ആവാം. ബാക്ടീരിയൽ ഡിസീസ് ഉണ്ട് അല്ലെ, അതിന് കുറെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറസ് മൂലം ഉണ്ടാകാം രോഗങ്ങള്, വൈറൽ ഡിസീസ്, ഫംഗസ് മൂലം ഉണ്ടാവാം, പ്രോട്ടോസോവുകൾ മൂലമൊക്കെ നമുക്ക് വേംസുകൾ ഒക്കെ മൂലം നമുക്ക് ഡിസീസ് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, പ്രോട്ടോസോവ ആവാം, അല്ലെങ്കിൽ വേംസ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പൊതുവെ നമുക്ക് നമുക്ക് രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് പല സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ നമുക്ക് പകരുന്ന രോഗങ്ങള്, അതായത് കണ്ടാജിയസ് ഡിസീസും നോൺ കണ്ടാജിയസ് ഡിസീസ്, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു സ്ട്രാറ്റജി വെച്ചിട്ട് മാത്രമാണ് ഇതിങ്ങനെ പറയുന്നത്. വേറെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ബാക്ടീരിയ ഡിസീസ്, വൈറൽ ഡിസീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, അതായത് പകരുന്ന രോഗങ്ങളെന്നും അത് നമുക്കത് പകരാത്തത്, ഇപ്പം കോണ്ടാക്ട് വഴിയൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാത്തത്, അതായത് പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പകരുന്ന രോഗങ്ങൾ കണ്ടാജിയസ് ഡിസീസും പകരാത്ത രോഗങ്ങളെ നോൺ കണ്ടാജിയസ് ഡിസീസും എന്ന് പറയാം. ഓക്കെ.
അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് പകരുന്നത്, ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കണ്ടാജിയസ് ഡിസീസ്, വൈറസ് ഡിസീസ്, വൈറസ് രോഗങ്ങള്, വൈറസുകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. വൈറൽ ഡിസീസ്, കൊറോണ. പിന്നെ ഏതൊക്കെയാ? Common നമുക്കറിയാം, അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ഡിസീസും നമുക്ക് ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമുക്ക് വൈറസ് മൂലം ഉണ്ടാകുന്ന ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ എന്താ പറയാ, 2 എക്സാമ്പിൾ പറയണമെന്നുള്ള ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ് ഒക്കെ ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്, വൈറൽ ഡിസീസ്. പിന്നെ അതുപോലെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്, കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അത് നമുക്ക് ആ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് എല്ലാ രോഗങ്ങളും അപ്പൊ നമുക്ക് എഴുതി പോകാം. ഇപ്പൊ ജസ്റ്റ് അതിനകത്ത് ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നുള്ളൂ. പകരുന്ന രോഗങ്ങള് വൈറസ് മൂലം ഉണ്ടാകുന്ന വൈറസ് രോഗങ്ങള്, ബാക്ടീരിയ രോഗങ്ങള്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങള്, ആസ്പെർജിലോസിസ് എന്ന് പറയാ, ഈ പൂപ്പലൊക്കെ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നത്, മലേറിയ ഒക്കെ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ. പിന്നെ അടുത്തത് വേംസ് മുഖേന, വിര മുഖേന ഉണ്ടാകുന്ന രോഗങ്ങള്. ഇതെല്ലാം ഏതാണ്? പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാ? ബാക്ടീരിയൽ ഡിസീസ്, വൈറസ് ഡിസീസ്, ഫംഗസ് ഡിസീസ്, പ്രോട്ടോസോവ രോഗങ്ങള്, പിന്നെ അതുപോലെ വേംസ് മൂലം വിര മുഖേനയുള്ള രോഗങ്ങള്. ഇതൊക്കെ പകരുന്ന രോഗങ്ങൾക്ക് പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് സ്പ്രെഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ പകരാത്ത രോഗങ്ങളെ നോൺ കണ്ടാജിയസ് ഡിസീസ് എന്ന് പറയുന്നു. പകരാത്ത രോഗങ്ങളാണ്, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല. അത് ഏതൊക്കെയാണ്? നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതചര്യ രോഗങ്ങള്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. എന്തെങ്കിലും 1-2 എക്സാമ്പിൾ പറയാമോ പകരാത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്? ഷുഗർ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അല്ലെ, കൊളസ്ട്രോള്, ഇതൊക്കെ നമുക്ക് അത് ജീവിതചര്യ, നമ്മുടെ ജീവിതശൈലിയും കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്, അല്ലെ. അധികമായിട്ട് ഷുഗർ ഒക്കെ കഴിക്കുന്നവർക്കൊക്കെ നമുക്ക് അറിയാം, ഡയബറ്റീസ്, പ്രമേഹം ഒക്കെ ഉണ്ടാകും, അല്ലെ, ഷുഗർ ഒക്കെ കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതശൈലിയും കൊണ്ട് അല്ലെങ്കിൽ ജീവിതശീലം കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങള് സ്പ്രെഡ് ചെയ്യില്ല, അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല. പിന്നെ അടുത്താണ് എന്തെങ്കിലും ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്നത്, വൈറ്റമിൻസ്, ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങള്. ഏതെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, അയണിന്റെ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്നത് ഏതാണ്? അനീമിയ, അല്ലെ. അയഡിൻ ഡെഫിഷ്യൻസിയും കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാ? ഗോയിറ്റർ. വൈറ്റമിൻ സി, നമ്മൾ വൈറ്റമിൻസ് പഠിച്ചപ്പോ പറഞ്ഞതാണ്, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് സ്കർവി, അല്ലെ. അങ്ങനെയുള്ള എന്താ പറയാ, എന്തെങ്കിലും വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങള് അത് സ്പ്രെഡ് ചെയ്യോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല, പകരില്ല, അല്ലെ. അപ്പൊ അതെന്തെങ്കിലും ഒരു എന്താ വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസിയും കൊണ്ടാണ് നമുക്ക് ആ രോഗം വരുന്നത്. അത് ആ ഒരു പേഴ്സണെ മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ അയാളെ കോണ്ടാക്ട് ചെയ്യുന്ന മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ഒന്നും ചെയ്യില്ല. അപ്പൊ അതങ്ങനെ രണ്ടാമത്തെ. പിന്നെയാണ് നമുക്ക് പാരമ്പര്യ രോഗങ്ങൾ, ഹെറിഡിറ്ററി ഡിസീസ്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ, അല്ലെ. അതേതൊക്കെയാ? 1-2 എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആസ്മ, പിന്നെ കൊളസ്ട്രോള്, ചില ഹീമോഫീലിയ, ചില തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ നമ്മൾ പറയും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ പ്രമേഹമൊക്കെ വരാറില്ലേ? ഇപ്പൊ അച്ഛനൊക്കെ ഉണ്ടെങ്കിലൊക്കെ മക്കളിലേക്കൊക്കെ അത് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ക്യാൻസറുകളൊക്കെ, ചില തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ അതെന്തെങ്കിലും പിന്നെ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെ, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് പാരമ്പര്യ രോഗങ്ങള് ഒക്കെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ്. പിന്നെ വേറൊരു തരം പറയുകയാണെങ്കിൽ വർക്ക് റിലേറ്റഡ് ഡിസീസ്, തൊഴിൽപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങള്.
ഇതൊക്കെ ഏതാണ് പകരാത്ത രോഗങ്ങളിലാട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊഴിൽപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ. ഇപ്പൊ അതായത് എക്സാമ്പിൾ പറയാം, ആസ്മ, പിന്നെ ആസ്ബറ്റോസിസ്, ഇതൊക്കെ നമ്മുടെ ഒരു വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ് ആണ് അല്ലെ. ആസ്മയൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ എന്താ പറയാ, പെയിന്റ് അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ശ്വാസമുട്ട് പോലെ ഇതൊക്കെ വരാം. അതെന്ന് വെച്ചാൽ അവരുടെ ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതാണ് നമ്മൾ തൊഴിൽജന്യ രോഗങ്ങൾ, വർക്ക് റിലേറ്റഡ് ഡിസീസ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാനും പകരാത്ത രോഗങ്ങൾ, സ്പ്രെഡ് ചെയ്യാത്തത്, നോൺ കണ്ടാജിയസ് ഡിസീസസിന് എക്സാമ്പിളുകളാണ്. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? നമ്മള് ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറഞ്ഞു, ഡെഫിഷ്യൻസി ഡിസീസ് പറഞ്ഞു, പിന്നെ അടുത്തത് ഹെറിഡിറ്റി ഡിസീസ് പറഞ്ഞു, പിന്നെ വർക്ക് റിലേറ്റഡ് ഡിസീസ്, ജീവിതചര്യ രോഗങ്ങള്, അപര്യാപ്തത രോഗങ്ങള്, എന്തെങ്കിലും വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് അപര്യാപ്ത രോഗങ്ങള്, പാരമ്പര്യ രോഗങ്ങള്, തൊഴിൽജന്യ രോഗങ്ങള്, ഇതൊക്കെ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടാജിനസ് ഡിസീസ് ഏതൊക്കെയാ പറഞ്ഞേ? ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗസ് ഡിസീസ്, ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ഡിസീസ്, വേംസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഒക്കെ അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ, പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്നോ രണ്ടോ ഡിസീസ് ഒന്ന് വെറുതെ അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസിഫിക്കേഷനിലും നമ്മൾ എല്ലാ രോഗങ്ങളും കോഡ് സഹിതം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് പറഞ്ഞു പോകാം. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, ജീവിതചര്യ രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും കൊണ്ട് ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ് വരാം, കൊളസ്ട്രോൾ വരാം, രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ്, ഇതൊക്കെ ജീവിതചര്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് ഈ ഒരു രോഗകാരികളായിട്ടുള്ള ആ സൂക്ഷ്മജീവികള് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങള് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇൽനെസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഡെങ്കി ഫീവർ. ഡെങ്കിപ്പനി പകരൂലേ, സ്പ്രെഡ് ചെയ്യൂലേ അല്ലെ? പിന്നെ അതുപോലെ തന്നെ കോവിഡ്, ഇപ്പൊ നമുക്ക് വളരെ ഫെമിലിയർ ആണ് കോവിഡ്, അത് സ്പ്രെഡ് ചെയ്യും. നമ്മൾ എത്ര ഇതെടുത്ത് അല്ലെ അതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഇതിനകത്ത് വരുന്നതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്. പിന്നെ HIV വരൂലേ? HIV, ഹെപ്പറ്റൈറ്റിസ് A, B, C ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മീസൽസ്, 5-ാം പനി, ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, ഇതൊക്കെ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉദാഹരണമാണ്. അപ്പൊ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കുറച്ച് ഒന്ന് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പൊ സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ ഏതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതാണ്, അങ്ങനെ ഇത് ചോദിക്കാം. അപ്പൊ ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, COVID-19, HIV, ഹെപ്പറ്റൈറ്റിസ് A, B, C, മീസൽസ്, ഇതൊക്കെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് പറയാം അതിന്. ഇനി നെക്സ്റ്റ് വേൾഡ് ഹെൽത്ത് ഡേ എന്താണെന്നറിയോ? വേൾഡ് ഹെൽത്ത് ഡേ നോട്ട് ചെയ്തോ. വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനം April 7 ആണ്. April 7 ആണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് അറിയപ്പെടുന്നത്. ലോക ആരോഗ്യ ദിനം April 7. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയിലാണ്. ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക ആരോഗ്യ ദിനം, വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് അറിയപ്പെടുന്നത് April 7 ആണ്. ഇനി ഇത് 1, 2, 3 പോയിന്റ്സുകളായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റില് SCRT ടെസ്റ്റ് ചെയ്ത് ബേസ് ചെയ്ത് എടുത്തേക്കുന്ന പോയിന്റ്സുകളാണ്. അപ്പൊ 1, 2 പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തോ.
പിന്നെ അടുത്ത ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1928 ആദ്യമായിട്ട് ആന്റിബയോട്ടിക് അലക്സാണ്ടർ ഫ്ലെമിംഗ് നിർമ്മിച്ചത്. അപ്പൊ ആന്റിബയോട്ടിക്സ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. 1928 1928 ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ ആണ് വസൂരി വാക്സിൻ. ആദ്യമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ വസൂരി വാക്സിൻ ആണ്. സ്മോൾ പോക്സ് വസൂരി വാക്സിൻ ആണ് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ. ഈ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ, EDWARD, എഡ്വേർഡ് ജെന്നർ, JENNER. ആന്റിബയോട്ടിക്സ് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. വസൂരി വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത വാക്സിൻ വസൂരി വാക്സിൻ ആണ്. കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. ഇനി അടുത്ത ലോക പോളിയോ ദിനം എന്താണെന്നറിയോ? ലോക പോളിയോ ദിനം ഒക്ടോബർ 24 ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. ലോക പോളിയോ ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 24. ഒക്ടോബർ 24 ആണ് ലോക പോളിയോ ദിനം. വേൾഡ് ഹെൽത്ത് ഡേ April 7. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 2014 മാർച്ച് 27. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. 2014 മാർച്ച് 27 ആണ്. 27. ഇനിയിപ്പോ നിങ്ങൾ ORS ലൈൻ എടുത്തില്ലേ? എന്താ ഫുൾ ഫോം? ORS. Oral rehydration solution. solution. Oral rehydration solution. ഇത് എന്തിനു വേണ്ടിയാ കൊടുക്കുന്ന ORS സൊല്യൂഷൻ? നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ അല്ലെ? അതായത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി വാട്ടർ ഒക്കെ അമിതമായിട്ട് ഇങ്ങനെ കോളറ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ORS സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഒന്ന് നോട്ട് ചെയ്തോ. എക്സ്പാൻഡ് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ നോക്കിയിട്ട് എഴുതാം. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആയാലും ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ ORS. ഇനി ORS ലൈനിൽ എന്തൊക്കെ കണ്ടന്റാ ഉള്ളത്? എന്തൊക്കെയാ അതിനകത്തുള്ള ORSല്? സോഡിയം. സോഡിയം. ബാക്കി ഉണ്ടല്ലോ സോഡിയം. പൊട്ടാസ്യം ഉണ്ടോന്നറിയില്ല. പൊട്ടാസ്യം ഉണ്ടോന്നറിയില്ല. ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സോഡിയം ക്ലോറൈഡ് എഴുതി വെച്ചോ. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഇതാണ് ORS ലൈനിലുള്ള കണ്ടന്റ്, ഘടകങ്ങളാണ്. അപ്പൊ കോളറ, വയറുകടി എന്നീ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സൊല്യൂഷനാണ് ORS സൊല്യൂഷൻ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ. അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. സോഡിയം ക്ലോറൈഡ്,
പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. നമ്മുടെ ഇനി ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഏതാണ്? കുഷ്ഠം, ലെപ്രസി അല്ലെ? LEPROSY, ലെപ്രസി, കുഷ്ഠാണ് ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒക്കെ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഏതാ? നിമോണിയ. നിമോണിയ. ഓക്കെ, വെരി ഗുഡ്. നിമോണിയ. PNEUMONIA, നിമോണിയ. ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് നിമോണിയ. രണ്ടും ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. നമ്മൾ 1-2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഓർമ്മയിൽ നിൽക്കും. ഏറ്റവും പഴക്കം ചെന്ന രോഗം ലെപ്രസി അല്ലെ കുഷ്ഠം. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് നിമോണിയ. ഇനി നമുക്ക് 2-3 വാക്സിൻസ് നോക്കാം. നമുക്ക് 5 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവെപ്പാണ്. 5 വയസ്സുള്ള കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ ഏതാണെന്നറിയോ? DTP ആണ്. 5 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ ആണ് DTP. DTP വാക്സിൻ എന്തിനൊക്കെയാണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്? ഏത് രോഗത്തിനെതിരായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഏതൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് DTP? ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. എന്താ പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? വില്ലൻ ചുമ എന്ന് പറയും. ഭയങ്കര അതികഠിനമായിട്ട് ചുമയൊക്കെ വന്നിട്ട് ഇങ്ങനെ ശ്വാസമൊക്കെ എടുക്കാൻ പ്രയാസമുള്ള ആ ഒരു ടൈപ്പ്, അതാണ് പെർട്ടൂസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. അപ്പൊ ഈ DTP ക്യാൻ പ്രിവെന്റ് ഏതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന? ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്. ഡിഫ്തീരിയ, DIPHTHERIA, ഡിഫ്തീരിയ. അടുത്താണ് ടെറ്റനസ്, TETANUS, ടെറ്റനസ്. ആൻഡ് പെർട്ടൂസിസ്, PERTUSSIS. ഇത് 3 ഇതിനെ പ്രിവെന്റ് ചെയ്യാനാണ് DTP വാക്സിൻ എടുക്കുന്നത്. DTP. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് രോഗങ്ങള് ഇനിയിപ്പോ ഇതിന്റെ ഓരോന്നും വരുന്നുണ്ട്, ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന രോഗം, ബാധിക്കുന്നത് വരുന്ന രോഗം ജലദോഷമാണ്. ജലദോഷം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ഇനി കുറച്ച് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ വരുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഡിസീസ്. ഒന്നാമത്തെ നമുക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് ഡിസീസ് എന്ന് പറയുന്നത്. എപ്പിഡെമിക്, EPIDEMIC. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് ഡിസീസ് എന്ന് പറയുന്നത്. എപ്പിഡെമിക്, EPIDEMIC. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ് ടു എ ലാർജ് നമ്പർ ഓഫ് ഹോസ്റ്റ്സ്. അത് പെട്ടെന്ന് വളരെ വേഗത്തിൽ റാപ്പിഡ് ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യും. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ്, അതാണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് ഡിസീസ് എന്ന് പറയുന്നത്. ഏതാ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? 1-2 കോവിഡ് അല്ലെ, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എന്ത് പെട്ടെന്നാണ് നമുക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്? കോവിഡ്, മീസൽസ്, സ്മോൾ പോക്സ്, ഇതൊക്കെ എപ്പിഡെമിക് ഡിസീസിന് എക്സാമ്പിൾ ആണ്. കോവിഡ്, മീസൽസ്, സ്മോൾ പോക്സ് ഇതൊക്കെ എപ്പിഡെമിക് ഡിസീസസിന് ഉദാഹരണമാണ്. എന്താ എപ്പിഡെമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് ഡിസീസ് എന്ന് പറയുന്നത്. റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഡിസീസ്.
റാപ്പിഡ് ആയിട്ട് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് എപ്പിഡമിക്. ഇനി അടുത്ത് എൻഡമിക് ഡിസീസ് ഉണ്ട്. എൻഡമിക്, ENDEMIC, എൻഡമിക് ഡിസീസ്. ഇറ്റ് ഈസ് എ അൺബ്രേക്കബിൾ ഡിസീസ് ആണ്. അത് നമുക്ക് എന്താ പറയാ, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, തുടച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള രോഗമാണ്. സമൂഹത്തില് വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും എന്നാൽ പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റാത്തതുമായിട്ടുള്ള രോഗങ്ങളെയാണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. സമൂഹത്തില് വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും എന്നാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഡിസീസിനെ മാറ്റാൻ പറ്റില്ല. അതാണ് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ പറ്റാത്തതുമായിട്ടുള്ള രോഗങ്ങൾ അറിയപ്പെടുന്ന എൻഡമിക് ഡിസീസ് എന്നറിയപ്പെടുന്നു. എൻഡമിക്, ENDEMIC. ഔട്ട്ബ്രേക്കബിൾ ഓഫ് ഡിസീസ്. ഔട്ട്ബ്രേക്ക് നമുക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ക്വിക്ക്ലി ആൻഡ് അഫക്ട്സ് മെനി ഇൻഡിവിജ്വൽ അറ്റ് ദ സെയിം ടൈം. ഒരു ടൈമിൽ തന്നെ കുറെ ഇൻഡിവിജ്വലിനെ അത് അഫക്ട് ചെയ്യും. നമുക്കത് തുടച്ചു മാറ്റാൻ പറ്റില്ല. അത് കുറെ നാളുകളായിട്ട് അവിടെ ഉള്ള ഡിസീസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മലേറിയ ഒരു എക്സാമ്പിൾ ആണ്. എൻഡമിക് ഡിസീസിന് എക്സാമ്പിൾ ആണ് മലേറിയ. ഇനി നെക്സ്റ്റ് വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോജെനിക് ഡിസീസ്. ക്രിപ്റ്റോജെനിക് എന്താണെന്നറിയോ? ക്രിപ്റ്റോജെനിക് എന്ന് പറയുന്നത് CRYPTOGENIC, ക്രിപ്റ്റോജെനിക്. നമുക്ക് അതിന്റെ എന്താണ് റീസൺ അറിയാൻ പറ്റില്ല. നമുക്ക് കാരണം അറിയാത്ത രോഗങ്ങളെയാണ്. നമ്മൾ അത് ടെസ്റ്റ് ചെയ്തു, നമുക്ക് അത് എന്താണ്, എന്ത് രോഗമാണ്, അതിന് എന്താണ് കാരണം, ആ ഡിസീസിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. അൺസർട്ടൈൻ ഒറിജിൻ, അതിന്റെ ഒറിജിൻ എവിടെയാണ്, അതിന്റെ കാരണം അറിയില്ലാത്ത രോഗങ്ങളെയാണ് ക്രിപ്റ്റോജെനിക് ഡിസീസ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോജെനിക്, CRYPTOGENIC, കാരണം അറിയില്ലാത്ത രോഗങ്ങളെയാണ് ക്രിപ്റ്റോജെനിക് ഡിസീസ് എന്ന് പറയുന്നത്. ലിവർ ഡിസീസ് ഒക്കെ, ക്രിപ്റ്റോജെനിക് ലിവർ ഡിസീസ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, പാൻഡമിക് ഡിസീസ് കേട്ടിട്ടുണ്ടോ? PANDEMIC, പാൻഡമിക്. എക്സാമ്പിൾ ഞാൻ പറയാം. കൊറോണ അതിനൊരു എക്സാമ്പിൾ ആണ്. പകർച്ചവ്യാധികൾ. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു അതാണ് ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗമാണ് പാൻഡമിക്. കൊറോണ അല്ലെ, അത് നമ്മളെങ്ങനെയാണ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കാണ് വന്നത് അല്ലെ, ചൈനയിൽ നിന്ന്. അപ്പൊ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. പാൻഡമിക്. ഓരോ എക്സാമ്പിൾ വീതം ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. ദാറ്റ് ക്യാൻ സ്പ്രെഡ് അക്രോസ് എ ലാർജ് റീജിയൻ, ഫോർ ഇൻസ്റ്റൻസ് മൾട്ടിപ്പിൾ കോണ്ടിനെന്റ്സ് ഓർ വേൾഡ് വൈഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് അങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഹാസ് സ്പ്രെഡ് അക്രോസ് എ ലാർജ് റീജിയൻ, for instant multiple continents or worldwide. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് അറിയാമോ എന്ന് നോക്കാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ എന്താ? നോസോകോമിയൽ അതിന്റെ മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്നും പകരുന്ന രോഗങ്ങളെയാണ് നോസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു നമുക്കൊരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ നമുക്ക് അതല്ലാതെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ആ വ്യക്തിക്ക് മുന്നേ ആ ഡിസീസ് ഉണ്ടാവണമെന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവിടെ നമ്മൾ
അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഡിസീസ് വരികയാണെങ്കിൽ അതിന് നമുക്ക് നോസോകോമിയൽ ഡിസീസ് എന്ന് പറയാം. അതായത് നമുക്ക് അതിന് മുന്നേ ആ ഡിസീസ് ഇല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ് നമുക്ക് ഡിസീസ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഡിസീസ് ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളെയാണ് നോസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സ്കിന്നിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ്, ഇതൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷന് എക്സാമ്പിൾസ് ആണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് അക്വയർ ചെയ്യുന്നത്, അതാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന്. നമ്മൾ എന്തെങ്കിലും വേറെ രോഗമായിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുക. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ, സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അതിന് മുന്നേ അസുഖമൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് അവിടെ വരുന്ന പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നും പകരുന്ന രോഗങ്ങളെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടൈപ്പാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ZOONOTIC, സൂണോട്ടിക് ഡിസീസ്. അത് സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന രോഗമാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ക്യാൻ സ്പ്രെഡ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ആനിമൽ. ആനിമൽസിൽ നിന്നും നമുക്ക് മനുഷ്യരിലേക്ക് വരുന്നതാണ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പന്നിപ്പനി, പ്ലേഗ് അല്ലെ? പന്നിപ്പനി, പ്ലേഗ്, ആന്ത്രാക്സ്, ഇതൊക്കെ ഏതാണ് സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ആണ്. നിപ്പ. ഓക്കെ, അപ്പോ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസ് ക്യാൻ ബി സ്പ്രെഡ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ആനിമൽ, അല്ലെ ആനിമൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വേറൊരു ടൈപ്പ് എപ്പിസൂട്ടിക് ഡിസീസ്, EPIZOOTIC, എപ്പിസൂട്ടിക് ഡിസീസ്. മൃഗങ്ങൾക്കിടയിലുള്ള ആ സാംക്രമിക രോഗങ്ങളെയാണ് എപ്പിസൂട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. എപ്പിസൂട്ടിക്, EPIZOOTIC, എപ്പിസൂട്ടിക് ഡിസീസ്. പന്നിപ്പനി, ഇതൊക്കെ പക്ഷിപ്പനി, അതൊക്കെ എന്താ പറയാ മൃഗങ്ങൾക്കിടയിൽ വരുന്നതാണ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിസൂട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് വരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതിന് ഹാർട്ട് ഡിസീസ് പറഞ്ഞു, സ്ട്രോക്ക്, ഒബീസിറ്റി. പിന്നെ ഒബീസിറ്റി ഒക്കെ അല്ലെ, അമിതവണ്ണം, പൊണ്ണത്തടി, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വണ്ണായിരിക്കില്ലേ, ഒരു ലിമിറ്റ് ഇല്ല, ഡയറ്റ് നോക്കാതെയൊക്കെ കഴിക്കുന്നവർക്ക്. അതൊക്കെ ആ ജീവിതശൈലിയും കൊണ്ട് വരുന്നതാണ്. ഷുഗർ, പഞ്ചസാരയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കൊക്കെ. പിന്നെ അത് ഡയബറ്റീസ്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇതൊരു വേറൊരു ടൈപ്പാണ്. ക്ലാസിഫിക്കേഷൻ പോലെ പറയാം. ഡിസീസ് എപ്പിഡമിക് ഡിസീസ് പറഞ്ഞു, എൻഡമിക്, ക്രിപ്റ്റോജനിക് ഡിസീസ്, പാൻഡമിക് ഡിസീസ്, പിന്നെ നോസോകോമിയൽ ഡിസീസ്, പിന്നെ നെക്സ്റ്റ് ആണ് സൂണോട്ടിക് ഡിസീസ്, എപ്പിസൂട്ടിക് ഡിസീസ്, ലാസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതൊക്കെ അതിന്റെ ഒന്നോ രണ്ടോ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി അത് പറയണോ? നോട്ട് ചെയ്തില്ലേ നിങ്ങള്? ഏതെങ്കിലും അതിനകത്ത് കിട്ടാത്തുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിസീസും അത് ഏതൊക്കെ പാർട്സിനെയാണ് നമുക്ക് അഫക്റ്റ് ചെയ്യണേന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ഡിസീസ് അത് അഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഭാഗങ്ങളെയാണ്, ഏതൊക്കെ ശരീരഭാഗങ്ങളെയാണ്. മെനിഞ്ചൈറ്റിസ്, ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഡിസീസ് എഴുതുക, അത് ഏത് പാർട്സിനെയാണ് അഫക്റ്റ് ചെയ്യണേന്നൊന്ന് എഴുതി വെക്കുക. മെനിഞ്ചൈറ്റിസ് ഏത് ഭാഗത്തെയാണ്? ബ്രെയിനിലെ അല്ലെ, തലച്ചോറിന് തന്നെയാണ് മെനിഞ്ചൈറ്റിസ് അഫക്റ്റ് ചെയ്യുന്നത്. മാം ഒന്ന് സ്പെല്ലിംഗ് പറയോ? ഏതാണ് മെനിഞ്ചൈറ്റിസ്?
ഓക്കെ MENINGITIS മെനിഞ്ചൈറ്റിസ്. അത് അഫക്ട് ചെയ്യുന്ന ആ ബോഡി പാർട്സ് എന്ന് പറയുന്ന ബ്രെയിനാണ്, തലച്ചോറിനെ അഫക്ട് ചെയ്യുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഇനി നിങ്ങൾക്ക് അതിന്റെ ബ്രെയിൻ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്കുകൾ ഞാൻ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ്സിൽ വരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നത്. ഇപ്പൊ നമുക്ക് ബ്രെയിനിന്റെ പാർട്സുകൾ 5 പാർട്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്, പിന്നെ അതുമായിട്ട് നെർവ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ഡിസീസസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മറ്റുള്ള ഇതും പറയാം. ഇപ്പൊ നമുക്ക് ഒരു ടേബിൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഡിസീസ് അത് ഏത് പാർട്ടാന്ന് മാത്രം ഒന്ന് നോക്കി വെക്കാം. ഇനി ബ്രെയിനിന്റെ പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മെനിഞ്ചൈറ്റിസ് MENINGITIS മെനിഞ്ചൈറ്റിസ് ബ്രെയിനിനെ ആണ്, തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നെർവ് സിസ്റ്റത്തിനെ, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളാണ് എപ്പിലെപ്സി. എന്താ മലയാളം എപ്പിലെപ്സി? അപസ്മാരം. അപസ്മാരം. പിന്നെ അടുത്തത് അൽഷിമേഴ്സ്. ALZHEIMERS അൽഷിമേഴ്സ്. ALZHEIMERS അൽഷിമേഴ്സ്. എപ്പിലെപ്സി EPILEPSY എപ്പിലെപ്സി. EPILEPSY എപ്പിലെപ്സി. അൽഷിമേഴ്സ്. പാർക്കിൻസൺ PARKINSON പാർക്കിൻസൺ. പിന്നെ അടുത്ത് പോളിയോ മൈലിറ്റിസ് POLIOMYELITIS. പാരാലൈസിസ് PARALYSIS. എന്താ മലയാളം പാരാലൈസിസ് എന്ന് പറഞ്ഞ? പക്ഷാഘാതം. പാരാലൈസിസ്. ഇതൊക്കെ നെർവ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന രോഗങ്ങളാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെ, താഴെ തന്നിരിക്കുന്നതിന് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ്, അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം ഏതാണ്? അപസ്മാരം, അൽഷിമേഴ്സ്, പാർക്കിൻസൺ, പോളിയോമൈലിറ്റിസ്, പാരാലൈസിസ്. പിന്നെ പേവിഷബാധ, പേപ്പട്ടി വിഷം ഒക്കെ നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പേവിഷബാധ ഇതൊക്കെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് എയ്ഡ്സ്. ഏത് ഭാഗത്തെയാ, എന്തിനെയാ ബാധിക്കുന്നേ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം. എയ്ഡ്സ് രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം. നെക്സ്റ്റ് മംസ്, മുണ്ടിനീര്. മംസ്. സലൈവറി ഗ്ലാൻഡ്, നമ്മുടെ ഉമിനീർ ഗ്രന്ഥിനെയാണ്, സലൈവറി ഗ്ലാൻഡിനെ ആണ് അഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മലേറിയ. പ്ലീഹേനെ കരളിനെ, ലിവറസ് പ്ലാൻ. പ്ലീഹ കരൾ. സ്പ്ലീൻ SPLEEN ലിവർ. പിന്നെ അടുത്ത ടോൺസിലൈറ്റിസ് TONSILLITIS ടോൺസിലൈറ്റിസ്. ഏത് ഗ്ലാൻഡിനെയാണ് ടോൺസിലൈറ്റിസ്? ടോൺസിൽ ഗ്ലാൻഡിന്, തൊണ്ടയ്ക്കല്ല തന്നെ. ടോൺസിൽ ഗ്ലാൻഡ് TONSIL ടോൺസിൽ ഗ്ലാൻഡ്. ഇത് നിങ്ങൾക്ക് അറിയാം. ഗോയിറ്റർ, തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയിഡ്. മിക്കവർക്കും തന്നെ ഉണ്ട് അല്ലെ, തൈറോയിഡ് പ്രശ്നമുണ്ട്. മരുന്ന് ഫുള്ള് കഴിക്കണം, നിർത്താൻ പറ്റില്ല അല്ലെ, കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കണം. ഗോയിറ്റർ തൈറോയിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന രോഗമാണ്. THYROID തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത്. GOITER ഗോയിറ്റർ. GOITER. നെക്സ്റ്റ് ആണ് ഡിഫ്തീരിയ. തൊണ്ടേനെയാണ്. ത്രോട്ട് THROAT ത്രോട്ടിനെ. ഡിഫ്തീരിയ DIPHTHERIA ഡിഫ്തീരിയ.
ത്രോട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ത്രോട്ട്. നെക്സ്റ്റ് ലങ്സിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ്, BRONCHITIS, ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ്. സാർസ്, SARS. എന്താ അതിന്റെ ഫുൾ ഫോം? സാർസ് എന്ന് പറഞ്ഞ SARS. അതും അതിന്റെ ഒപ്പം എഴുതി വെച്ചോ. സിവിയർ. സിവിയർ, S ഫോർ സിവിയർ. A എന്ന് പറയുന്ന അക്യൂട്ട്, ACUTE, അക്യൂട്ട്. R എന്ന് പറയുന്ന റെസ്പിറേറ്ററി, റെസ്പിറേറ്ററി. S എന്ന് പറയുന്ന സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതാണ് സാർസ്. പിന്നെ നെക്സ്റ്റ് ആണ് COVID-19. പിന്നെ സിലിക്കോസിസ്, SILICOSIS, സിലിക്കോസിസ്. സിലിക്കോസിസ്. നെക്സ്റ്റ് ട്യൂബർകുലോസിസ്, ക്ഷയം. ട്യൂബർകുലോസിസ്, TUBERCULOSIS, ട്യൂബർകുലോസിസ്, ക്ഷയം. ഇതൊക്കെ ഏതിനാണ്? നമ്മുടെ ശ്വാസകോശത്തെ അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ്. നെക്സ്റ്റ് ഇനി നമ്മുടെ സ്കിന്നിന് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു സ്കിന്നിനെ അഫക്ട് ചെയ്യുന്ന രോഗങ്ങളാണ് സോറിയാസിസ്. സോറിയാസിസ്, PSORIASIS, സോറിയാസിസ്. മെലനോമ, MELANOMA, മെലനോമ. എക്സിമ, ESHIMA. സ്കിന്നിനെ അഫക്ട് ചെയ്യുന്ന രോഗങ്ങളാണ് സോറിയാസിസ്, മെലനോമ, എക്സിമ, ESHIMA. മെലനോമ, MELANOMA. സോറിയാസിസ്, PSORIASIS, സോറിയാസിസ്. ഇങ്ങനെ കുറച്ച് രോഗങ്ങൾ അത് ഏത് ഭാഗത്തെയാണ് അഫക്ട് ചെയ്യണേന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡിസ്കവറീസ്, കണ്ടുപിടുത്തങ്ങളും അവര് ഏതൊക്കെയാണ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാട്ടോ പറയുന്നത്. അപ്പൊ കുറച്ച് കണ്ടുപിടുത്തങ്ങളും അത് ആരൊക്കെയാണ് അത് കണ്ടുപിടിച്ചെന്നുള്ളതും കൂടി നമുക്ക് എഴുതാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ഇങ്ങനെ തന്നെ എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പെൻസിലിൻ കണ്ടുപിടിച്ച ആരാ? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ, PENICILLIN, പെൻസിലിൻ. അലക്സാണ്ടർ ഫ്ലെമിംഗ്, ALEXANDER, ഫ്ലെമിംഗ്, FLEMING, അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. നെക്സ്റ്റ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ, STREPTOMYCIN, സ്ട്രെപ്റ്റോമൈസിൻ. സെൽമാൻ വാക്സ്മാൻ ആണ്, SELMAN, സെൽമാൻ വാക്സ്മാൻ, WAKSMAN, വാക്സ്മാൻ, സെൽമാൻ വാക്സ്മാൻ. നെക്സ്റ്റ് റാബിസ് വാക്സിൻ. ലൂയി പാസ്റ്റർ. വെരി ഗുഡ്. ലൂയിസ് പാസ്റ്റർ ആണ് റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത്. റാബിസ് വാക്സിൻ, RABIES, റാബിസ് വാക്സിൻ. ലൂയിസ് പാസ്റ്റർ, LOUIS, ലൂയിസ്, LOUIS, പാസ്റ്റർ, PASTEUR, പാസ്റ്റർ, ലൂയിസ് പാസ്റ്റർ. നെക്സ്റ്റ് ആണ് കോളറ വാക്സിൻ. കോളറ, CHOLERA, കോളറ വാക്സിൻ കണ്ടുപിടിച്ചതാണ് വാൾഡിമർ ഹാഫ്കിൻ. വാൾഡിമർ ഹാഫ്കിൻ, VLADIMER,
വാൽഡിമർ ഹാഫ്കിൻ, HAFFKINE, ഹാഫ്കിൻ, വാൽഡിമർ ഹാഫ്കിൻ. നെക്സ്റ്റ് ആണ് BCG. എന്താ ഫുൾ ഫോം BCGയുടെ? BCG അറിയില്ലേ? BCGയുടെ അത് എഴുതിക്കോ. BCG ബാസിലസ്, BACILLUS. ഇപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ BCG വാക്സിൻ. അതിന്റെ ഫുൾ ഫോം അറിയില്ല. ബാസിലസ്, BACILLUS, ബാസിലസ്. കാൽമെറ്റ്, CALMITT, കാൽമെറ്റ്. ഗ്ലൂറിൻ, GEURINE, GEURINE, ഗ്ലൂറിൻ. ബാസിലസ്, കാൽമെറ്റ്, ഗ്ലൂറിൻ. അതാണ് BCG. ഈ BCG വാക്സിൻ കണ്ടുപിടിച്ചത് രണ്ടുപേര്, കാൽമെറ്റും ഗ്ലൂറിനും ആണ്. അതുകൊണ്ടാണ് അങ്ങനെ അതിന്റെ ഇതിന് BCG എന്ന് വരാൻ കാര്യം. കാൽമെറ്റും ഗ്ലൂറിനും ആണ് അത് കണ്ടുപിടിച്ചത്. CALMETT, കാൽമെറ്റ്, ഗ്ലൂറിൻ, GUERIN, അവരാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അതിനകത്ത് തന്നെയുണ്ട്, ആ ഫുൾ ഫോമിൽ തന്നെയുണ്ട് അത് ഡിസ്കവറി ചെയ്തേക്കണവർക്കുടെ പേര്. പിന്നെ അടുത്താണ് മീസൽസ്, അഞ്ചാം പനി, MEASLES, മീസിൽസ്, അഞ്ചാം പനി. ജോൺ എൻഡ്രസ് ആണ്, ജോൺ എൻഡ്രസ്, JOHN, എൻഡ്രസ്, ENDERS. നെക്സ്റ്റ് ആണ് IPV. IPV എന്താ ഫുൾ ഫോം? IPV ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ. ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ, അതാണ് IPV എന്ന് പറയുന്നത്. ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിൻ. ജോനസ് ഇ സാൽക്ക്, ജോനസ് ഇ സാൽക്ക്, SALK, ജോനസ് ഇ സാൽക്ക്. അടുത്തത് ലാസ്റ്റ് വൺ OPV. OPVയുടെ ഫുൾ ഫോം ആണ് ഓറൽ പോളിയോ വൈറസ് വാക്സിൻ. OPV ഓറൽ പോളിയോ വൈറസ് വാക്സിൻ. അത് ഡിസ്കവർ ചെയ്തത് ആൽബ്രട്ട് സാബിൻ. ALBERT, സാബിൻ, SABIN. എക്കോ വരുന്നുണ്ടെന്നാണോ? ഒരു ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഈ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ടേക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോ എക്കോ വരുന്നുണ്ടോ നിങ്ങക്ക്? റെക്കോർഡ് പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, കുറച്ച് വാക്സിൻസ് ഒക്കെ അത് ആരൊക്കെയാണ് കണ്ടുപിടിച്ചെന്നുള്ളതാണ് എഴുതിയത്. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും കിട്ടാത്തയുണ്ടോ? അപ്പൊ അതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ രോഗങ്ങളിലേക്ക് പോവാണ്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയൽ ഡിസീസ്, ഏതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസ്? അപ്പൊ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതും നമുക്ക് അതിന്റെ ഒപ്പം നോക്കിപ്പോകാം. ആദ്യം അതിന്റെ പേരുകളാണ് പഠിക്കുന്നത്. ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ബാക്ടീരിയൽ ഡിസീസിന് ഒരു കോഡ്, നിങ്ങളൊക്കെ ഒത്തിരി എന്താ പറയാ എക്സാംസ് ഒക്കെ എഴുതി അതിനുവേണ്ടി റെഡി ആയിട്ടുള്ളവരാണ്. ബാക്ടീരിയ ഡിസീസ് പഠിക്കാനുള്ള കോഡ് എന്താ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്? നമുക്കിടെ സ്റ്റൈലില് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം അല്ലെ?
നമ്മൾ ആ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് നമ്മൾ ഇത് വെച്ചാൽ കുറെ ഡിസീസ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ഡിസീസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത കോഡല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. എങ്കിലും നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഹെഡിങ് കൊടുക്കുക ബാക്ടീരിയൽ ഡിസീസ്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പേരുകളൊന്ന് പഠിക്കാം. ഏതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസിൽ, ബാക്ടീരിയ രോഗങ്ങളിൽ വരുന്നത്? നമുക്കറിയാം ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു യൂണിസെൽ ഓർഗാനിസം ആണ്. ഏകകോശ ജീവികളാണ് ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയകൾ നമുക്ക് കുറേ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയ മൂലം ബാക്ടീരിയ ഡിസീസ് കുറേ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് ഡിസീസിന് നമുക്കൊരു കോഡ് നിങ്ങൾ കേട്ട് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. എങ്കിലും നമുക്കൊന്ന് ഇപ്പൊ തന്നെ നമുക്കത് പഠിച്ചു പോകാം. ഇനി പഠിക്കാത്തവര് അപ്പൊ ഓരോ ഡിസീസും വരുമ്പോൾ നമുക്ക് ആ ഡിസീസ് കോഡ് തന്നെ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്റെ കോഡല്ല കേട്ടോ, അത് ആദ്യം തന്നെ പറയട്ടെ. വിപിൻ, VPN, വിപിന്നെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് VPN, അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. VPN, വിപിൻ. നമുക്ക് എന്നിട്ട് അത് ഏതൊക്കെയാ ഡിസീസ് എന്ന് അതിന്റെ താഴെ എഴുതാം. വിപിൻ. MGക്കും MG നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേരിട്ടോ ആരുടെ പേര് വേണമെങ്കിലും ഇട്ട് വിളിച്ചോ. വിപിൻ, MG, എമ്മും ജിയും ക്യാപിറ്റൽ ലെറ്റർ. ഇതെല്ലാം ഓരോ ഡിസീസ് ആണ് കേട്ടോ, ബാക്ടീരിയ ഡിസീസ് ആണ് എഴുതുന്നത്. MGക്കും TB ആണ് കേട്ടോ, AB രണ്ടാമത്തെ ലെറ്റർ B, TBക്കും ഒപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഏതെങ്കിലും ഒരു പേരിട്ട് വിളിച്ചോ. MGയും TB. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് അത് അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു റിയൽ ലൈഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ പേരോ ഒക്കെ ഓർത്ത് വെച്ചോ. MGക്കും TBക്കും ഒപ്പം ആരായിരുന്നു വിപിന്റെ ക്ലാസ്മേറ്റ്സ്? ആരൊക്കെയായിരുന്നു? MGയും TBയും. MGയും TBയും ആണ് ക്ലാസ്മേറ്റ്സ്. ഓക്കെ, നിങ്ങളുടെ 2 ക്ലാസ്മേറ്റ്സ് ആണെന്ന് നോക്കാം. വിപിന്റെ ക്ലാസ്മേറ്റ്സ് ആണ് MGയും TBയും. അപ്പൊ വിപിൻ MGക്കും TBക്കും ഒപ്പം കോഴിക്കോടിന് ഷോർട്ട് ചെയ്ത് എഴുതാം. KKD. MGക്കും TBക്കും ഒപ്പം കോഴിക്കോട് ACE. ACE എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അത് തിരുവനന്തപുരത്തോ പറ്റിയാന്ന് തോന്നുന്നു. ACE കോളേജ്, ACE എഞ്ചിനീയറിംഗ് കോളേജ്, ACE കോളേജിലാണ് TTCക്ക് പഠിക്കുന്നത്. വിപിൻ MGക്കും TBക്കും ഒപ്പം കോഴിക്കോട് KKD ACE കോളേജിന്റെ പേരേതാ? ACE കോളേജിലാണ്. എന്തിനാ പഠിക്കുന്നേ? എന്തിനാണ് വിചാരിച്ചത്? എന്തിനാണോ പഠിക്കണേന്ന് ഉദ്ദേശിച്ചല്ല കേട്ടോ, TTCക്കാണ് പഠിക്കുന്നത്, അല്ലെ? TTCക്കാണ് പഠിക്കുന്നത്. അപ്പൊ വിപിന്റെ ഫ്രണ്ട്സ് ആരാ? ഫ്രണ്ടാണ് വിപിൻ. ഏത് കോളേജിലായിരുന്നു? ACE കോളേജ്. എവിടെയാണ്? കോഴിക്കോട്. എന്തിനാ പഠിക്കുന്നേ? TTCക്ക്. ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു നോക്കി, 2 പ്രാവശ്യം ഒന്ന് മനസ്സിൽ പറഞ്ഞേ. വിപിൻ MGക്കും TBക്കും ഒപ്പം കോഴിക്കോട് ACE കോളേജിലാണ് TTCക്ക് പഠിക്കുന്നത്. അപ്പൊ അത് ആ ലെറ്റേഴ്സുകള് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതി വെക്കുക കേട്ടോ. VPN MG എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ, ഫ്രണ്ടിന്റെ പേരാണ് TB, അത് ക്യാപിറ്റൽ ലെറ്റർ. കോഴിക്കോട് ഫുൾ ആയിട്ട് എഴുതണ്ട, KKD എന്ന് എഴുതുക. കോളേജിന്റെ പേര് ACE, കോളേജില് TTCക്ക് പഠിക്കുന്നത്. നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഏതൊക്കെയാണ് അപ്പൊ ബാക്ടീരിയ രോഗങ്ങൾ എന്ന് നോക്കാം. വിപിന്റെ V എന്ന് പറയുന്നത് വില്ലൻ ചുമ. P എന്ന് പറയുന്നത് പ്ലേഗ്.
പ്ലേഗ്. N എന്ന് പറയുന്നത് ന്യൂമോണിയ. ന്യൂമോണിയ. അപ്പൊ വിപിൻ കിട്ടിയ 3 അസുഖം ഉണ്ടല്ല, വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. അപ്പൊ എന്തായാലും വിപിൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല, VP എന്ന് മറക്കില്ല. അപ്പൊ അതിനി എക്സ്പാൻഡ് കൂടി പഠിക്കുക. വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. വി എന്ന് പറഞ്ഞ വില്ലൻ ചുമ, പി എന്ന് പറയുന്ന പ്ലേഗ്, N എന്ന് പറഞ്ഞ ന്യൂമോണിയ. നമ്മൾ നേരത്തെ കുഞ്ഞിലെ ക്ലാസ്സുകളിൽ പഠിക്കൂലേ, A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ എന്ന് പഠിക്കില്ലേ? അതുപോലെ V ഫോർ വില്ലൻ ചുമ, P ഫോർ പ്ലേഗ്, N എന്ന് പറഞ്ഞ N ഫോർ ന്യൂമോണിയ ആണ്. ഇനി അടുത്ത് നോക്കാം MG. MG എന്ന് പറഞ്ഞ മെനിഞ്ചൈറ്റിസ്. 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 G എന്ന് പറയുന്നത് ഗൊണേറിയ. ഗൊണേറിയ. GONORRHEA ആട്ടോ സ്പെല്ലിങ്. ഗൊണേറിയ. GONORRHEA ഗൊണേറിയ. ഇപ്പൊ എവിടെ എത്തി നമ്മള്? എവിടെ ഗൊണേറിയ വരെ, MG വരെ എത്തി. ഇനി അടുത്ത് TB. T എന്ന് പറഞ്ഞ ട്രക്കോമ. 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 TRACHOMA. ട്രക്കോമ. B എന്ന് പറയുന്നത് ബോട്ടുലിസം. BOTULISM. ബോട്ടുലിസം. അപ്പൊ TB കിട്ടി, ട്രക്കോമ, ബോട്ടുലിസം. നെക്സ്റ്റ് KKD. ഒരു K എന്ന് പറഞ്ഞാൽ ക്ഷയം. ക്ഷയം. അടുത്ത Kക്ക് കുഷ്ഠം. ലെപ്രസി. കുഷ്ഠം. ക്ഷയം, കുഷ്ഠം. D എന്ന് പറയുന്നത് ഡിഫ്തീരിയ. ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ. ഡിഫ്തീരിയ. DIPHTHERIA. ഡിഫ്തീരിയ. നെക്സ്റ്റ് ഇനി എയ്സ് ആണ്. ACE. A എന്ന് പറയുന്ന ആന്ത്രാക്സ്. 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 ANTHRAS. ആന്ത്രാക്സ്. C എന്ന് പറയുന്ന സിഫിലസ്. SYPHILIS. സിഫിലസ്. സിഫിലസ്. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആ രോഗങ്ങളുടെ പേര് മാത്രം ഒന്ന് നോക്കാം. സിഫിലസ്. നെക്സ്റ്റ് ആണ് E എന്ന് പറയുന്നത് എലിപ്പനി. ACET. ആന്ത്രാക്സ്, സിഫിലസ്, എലിപ്പനി. എലിപ്പനി. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എയ്സ് കോളേജിലാണ്. TTCയും കൂടി ഉള്ളു അല്ലെ. T എന്ന് പറയുന്ന ഒരു T ടെറ്റനസ്. ടെറ്റനസ്. രണ്ടാമത്തെ T ആണ് ടൈഫോയിഡ്. TYPHOID. ടൈഫോയിഡ്, ടെറ്റനസ്. C എന്ന് പറയുന്ന കോളറ. CHOLERA. കോളറ. CHOLERA. അപ്പൊ രോഗങ്ങളൊന്ന് പറഞ്ഞേ. വിപിൻ, VPN, വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. MG എന്ന് പറഞ്ഞ മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ. TB എന്ന് പറയുന്ന ട്രക്കോമ, ബോട്ടുലിസം. ഇനി അടുത്ത KKD എന്ന് പറയുന്ന ക്ഷയം, കുഷ്ഠം, ACE എന്ന് പറഞ്ഞ ആന്ത്രാക്സ്, സിഫിലസ്, ലാസ്റ്റ് TTC എന്ന് പറഞ്ഞ ടെറ്റനസ്. അപ്പൊ അടുത്ത ഇനി സാറ്റർഡേ അല്ലേ നമുക്ക് ക്ലാസ് വരുന്നുള്ളൂ. അപ്പൊ അടുത്ത സാറ്റർഡേ വരുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയ ഡിസീസിന്റെ പേര് എല്ലാവരും പഠിച്ചിരിക്കുക. ഈ കോഡ് സഹിതം പഠിച്ചു വെച്ചേക്കും. അടുത്ത ക്ലാസ്സിൽ ഞാൻ എല്ലാവരും ചോദിക്കും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. പാത്തോളജി അറിയുന്നതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയോ? എത്ര? പാത്തോളജിയുടെ ഡെഫിനിഷൻ ഒന്ന് പറയോ? പാത്തോളജി ആണോ? പാത്തോളജി PATHOLOGY. പാത്തോളജി PATHOLOGY. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളിവിടെ ബാക്ടീരിയ ഡിസീസിന്റെ പേരുകൾ പഠിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പൊ കോഡ് സഹിതം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വൈറൽ ഡിസീസ് വരുന്നുണ്ട്. അപ്പൊ അതിനും ഇതുപോലെ ഒരു കോഡ് ഉണ്ട്. അപ്പൊ ഓരോ ക്ലാസ്സിലും പഠിച്ചു പോവുക. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്തോ എക്കോ വരുന്നുണ്ട്. ഏതാണ് ട്രഫിക് സാറിന്റെ ക്ലാസ് ആണോ? അതെ. അത് നിങ്ങൾക്ക് എന്താന്ന് പറയും. ഇപ്പൊ സാറ് ലീവിലാണ് കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിലേക്ക് ബാക്ടീരിയ ഡിസീസ് എല്ലാം പഠിച്ചു വെക്കുക. കോഡ് സഹിതം പഠിക്കുക, മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. താങ്ക് യു മിസ്. Thank you.